ഷസാമിന്റെ ഒരു ദിവസത്തെ വരുമാനം ഏകദേശം 2 ലക്ഷം രൂപ. അതായത് മാസം 60 ലക്ഷം രൂപ വരെ അടുത്ത് വരുമാനം. 60 ലക്ഷം രൂപ എന്ന് പറയുമ്പോ ഒരു വർഷം കൊണ്ട് അവന് കോടീശ്വരനാവല്ലോ. 60 ലക്ഷം രൂപയൊക്കെ കിട്ടുകയാണെങ്കിൽ പുള്ളി ഇപ്പോ അംബാനി ആയിട്ടുണ്ടാവും. പുള്ളിയുടെ വീഡിയോ ക്വാളിറ്റി ഏത് ലെവലിലെത്തുന്ന ആലോചിച്ച് നോക്കണം. പുള്ളിയുടെ വീഡിയോ ക്വാളിറ്റി ഓൾറെഡി നല്ല കിടിലമാണ്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ കാണുന്നതാണ്. എഡിറ്റിംഗ് ക്വാളിറ്റി, പുള്ളി ഒരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാക്കും, വലിയ ബാക്ക്ഗ്രൗണ്ടിൽ പുറകിൽ വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ടിരുന്ന വർത്താനം പറയുന്ന ആളെ. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. സത്യം സത്യം സത്യം. ഈ ചെങ്ങായിടല്ല വല്ല സോഷ്യൽ ബ്ലേഡ് പോലത്തെ സൈറ്റിൽ നിന്ന് വല്ലതും എടുത്തിട്ടായിരിക്കും ഇൻഫർമേഷൻ പറയണത്. അതില് സോഷ്യൽ ബ്ലേഡിൽ എത്ര കൊടുത്തേക്കുന്നത്? അതിന് സോഷ്യൽ ബ്ലേഡില് കോൾ മീ ഷസാം ടെക്. അതെ, അതിന്റെ അകത്ത് താഴെ 7.7K USD to 123K USD. 123K USD എന്ന് പറയുമ്പോ 10-11 കോടിക്ക് എടുത്ത് എത്ര കോടിക്കല്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. 123K അല്ലേ? 123,000 ഡോളർ INR. അപ്പൊ പറയുമ്പോ ഏകദേശം 1,07,98,722. 1 കോടി രൂപ എടുത്തെത്തി. 1 കോടി രൂപ ഒരു മാസം 1 കോടി രൂപ അവൻ ഉണ്ടാക്കുന്നുണ്ടാവും. അതിച്ചിരി കൂടുതലല്ലേ മാങ്ങാത്തൊലി. സംഭവം ഇവൻ ഇവിടുത്തെ ആവറേജ് കണ്ടേക്കാണ്. അതായത് ഇതിന്റെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 7.7K USD പ്ലസ് മറ്റേ 123K USD ആഡ് ചെയ്തിട്ട് അതിന്റെ പകുതി ഉണ്ട്. അപ്പൊ ഏകദേശം 60 ലക്ഷം രൂപയ്ക്ക് എടുത്ത് വരും. 60 ലക്ഷം രൂപേനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് എടുത്ത് വരും ഒരു ദിവസം. അതാണ് അവൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഒരു ദിവസം 2 ലക്ഷം രൂപയ്ക്ക് എടുത്ത് വരുമാനമാണെന്നല്ല പറഞ്ഞേക്കുന്നത്. 2K വരുമല്ലേ അപ്പോ? എടാ പക്ഷേ ഈ സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഗ്ലോബൽ ഓഡിയൻസിന്റെ ഇതാണ്. ഓക്കെ, മറ്റ് രാജ്യങ്ങളിലുള്ളവർ കണ്ടു കഴിഞ്ഞാൽ വരുന്നത് അവിടുത്തെ ആഡ് റവന്യൂ വെച്ചിട്ടാണ് അവര് ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്നത്. പക്ഷെ നമ്മുടെ കേസിൽ അത് നടക്കത്തില്ല. ലൈക്ക് നമ്മുടേതൊരു റീജിയണൽ ലാംഗ്വേജ് അല്ലേ. പ്രത്യേകിച്ച് മലയാളത്തിലും യൂട്യൂബേഴ്സ്, മലയാളം ഇടുന്ന യൂട്യൂബേഴ്സ് മാത്രമാണെങ്കിൽ അവർക്ക് കുറവായിരിക്കും, പൊതുവെ ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഈ കൊളാബറേഷൻ, ബ്രാൻഡ്, മറ്റേ പരിപാടി മറിച്ച പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ സൈഡിൽ കൂടെ വരുന്ന റവന്യൂ വരുമ്പോഴാണ് അവർ കുറച്ചുകൂടെ പിടിച്ചു നിൽക്കുന്നത്. യൂട്യൂബായിട്ട് കൊടുക്കുന്നത് ഒരിക്കലും ഇത്രയും വരില്ല. നമ്മൾക്കൊക്കെ പരിചയമുള്ളവർ വീഡിയോ ഇടുന്നവരും സ്ട്രീം ചെയ്യുന്നവരും ഗെയിം കളിക്കുന്നവർക്കില്ലേ, അവർക്കൊക്കെ കിട്ടുന്ന എത്രയും നമുക്കറിയാലോ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, 60 ലക്ഷമൊക്കെ ഒരു മാസം കിട്ടാന്ന് വെച്ചാൽ എല്ലാവരും യൂട്യൂബിൽ ചത്ത് കിടക്കുമല്ലോ. പിന്നല്ല, ഉറപ്പല്ലേ? അല്ല, ഇനിയിപ്പോ ഒരു ലക്കിനൊക്കെ കിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷെ 60 ലക്ഷം കിട്ടുന്ന ഒരാള് ലൈക്ക് എങ്ങനെ നോക്കിയാലും അയാളുടെ ക്വാളിറ്റിയിൽ എന്തുമാത്രം ഇമ്പ്രൂവ്മെന്റ്, എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ലൈക്ക് മനസ്സിലായില്ലേ? ഏതൊക്കെ ബ്രാൻഡുകളായിട്ടുള്ള കൊളാബറേഷൻ എന്തൊക്കെ കിട്ടും. ഓഫ് കോഴ്സ്. പ്രത്യേകിച്ച് ഷസാം നോൺ ബയസ്ഡ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ്. പുള്ളി അങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ അധികം ചെയ്യുന്ന ഒരു മനുഷ്യനല്ല. ഇത് ആക്ച്വലി ഇത് ഭയങ്കരമായിട്ട് നിലവിലുള്ള യൂട്യൂബേഴ്സിനെ കുറിച്ച് ടോട്ടലി ഉള്ള ഒരു സംഭവം. ഇതൊരു ഡൗട്ട്. ഇത് ഈ ആളുകൾ ഫേസ്ബുക്കിലും കാണുന്നിടത്തൊക്കെ ഇതുപോലത്തെ ഇഷ്ടംപോലെ സാധനം ഇട്ടേക്കുന്ന കാണാം. അതായത് ലക്ഷക്കണക്കിന് രൂപ കിട്ടും, കോടിക്കണക്കിന് രൂപ കിട്ടുന്നുണ്ട്, മറ്റേതാണ് മറിച്ചാണെന്ന് പറയുന്നത്. ആക്ച്വലി അതിന്റെ സംഭവം ഇത്രേ ഉള്ളൂ. ഇവരൊക്കെ കാണുന്നത് ഇവര് സോഷ്യൽ മീഡിയയിലും മറ്റു വെബ്സൈറ്റുകളിലും മറ്റും കാണുന്ന സാധനത്തിന്റെ എല്ലാ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സമ്മറി എന്ന് പറഞ്ഞാൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെളിയിലുള്ള രാജ്യങ്ങളിൽ USD മറ്റേ അല്ലെ പിന്നെ അറേബ്യൻ രാജ്യങ്ങളിലും മറ്റേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കാണുന്നവര് അവിടെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ എത്ര രൂപ ഇവിടെ കിട്ടും എന്നുള്ള രീതിയിലാണ്. അത് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് ഗ്ലോബൽ ഓഡിയൻസും അല്ല, ഇന്ത്യൻ ഓഡിയൻസ് ടോട്ടൽ പോലും വരുന്നില്ല. അതിന്റെ എത്രയോ കുറവാണ് ഈ മലയാളികള്. അപ്പൊ ആലോചിച്ചോണം, ഇവരെ അത് മലയാളികളിൽ തന്നെ എല്ലാവരും കാണുന്നില്ല. അതിനകത്ത് ഫീമെയിൽ ഓഡിയൻസിനെ വലിയ രീതിയിൽ കട്ട് ചെയ്ത് കളയണം. പിന്നെ ടെക് എന്തൂസിയസ്റ്റ് അല്ലാത്ത അല്ലെങ്കിൽ ടെക് സാവീസ് അല്ലാത്ത ആളുകളെ കട്ട് ചെയ്ത് കളയണം. പുള്ളിക്ക് ഇപ്പൊ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം പോകുന്നത് മീൻസ് പുള്ളിക്ക് ഏകദേശം 2 മില്യന്റെ മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ പോലും 3 ലക്ഷം 6 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വ്യൂസ് വരുന്നത്. അതെ, ഇതൊരു ജനറൽ പർപ്പസ് ചാനലൊന്നുമല്ല, നീഷ കണ്ടല്ലേ ചെയ്യുന്നത്. അതെ. അപ്പൊ അങ്ങനെ വരുമ്പം അതിനനുസരിച്ച് ഓഡിയൻസ് കുറവായിരിക്കും. അപ്പൊ എത്ര കുറവ് വരുന്ന പുള്ളിക്ക് വരുന്ന അവരെ വരുമാനം ആലോചിച്ച് നോക്കണം. തെറ്റിദ്ധാരണ മാത്രമാണ്, വെറും തെറ്റിദ്ധാരണ.